ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്, ഓംലേറ്റ് കൊണ്ടുള്ള മുട്ടക്കറി. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. കറിയൊക്കെ ആയ ശേഷം ഒന്നുകൂടി വറവിട്ടെടുക്കണം. ഇപ്പോൾ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു പിഞ്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. 4-5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഒരു വലിയ ഉള്ളി, പിന്നെ 2 തക്കാളി, ഇവയാണ് ഞാൻ ചേർത്തത്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കറിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റക്കുറച്ചുകൾ വരുത്താവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മിക്സാക്കി കഴിയുന്നവരെ വഴറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത്. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു കറിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് മിക്സായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കോഴിമുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. മുട്ട പൊരിച്ചെടുക്കാൻ ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതാണ്, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ്. നിങ്ങളുടെ അടുത്ത് പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഈ കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. സാധാ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, ഉള്ളിയൊന്നും ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതൊന്ന് ചൂടാറി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇനിയിപ്പോൾ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറിയിലിടാനുള്ളതല്ല, ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോഴേക്കും ഞാൻ ചൂടാറി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ടിട്ടാണ് ഞാൻ 4-5 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. 1 ടീസ്പൂൺ പെരുംജീരകം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ഒന്നും ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ. ഞാൻ 8 പച്ചമുളകുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒക്കെ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വറവ് ഇട്ട് ഒഴിക്കാം. അതിന് വേണ്ടി അവിടെ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇനി ചൂടാറി വരട്ടെ. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വറവിട്ട് വെച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അത് അവസാനം ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
വളരെ ടേസ്റ്റിയായ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പത്തിരീൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണിത്. നല്ല അടിപൊളി മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത്. പത്തിരീൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.